ഹലോ എവരിവൺ, പി കെ ലേണിംഗ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. ജൂനിയർ ലാബ് അസിസ്റ്റന്റിന്റെ മൊഡ്യൂൾ 3 ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്, CSF അനാലിസിസ്. CSF എന്ന് പറഞ്ഞാൽ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. അപ്പൊ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് അനാലിസിസ് ചെയ്യുന്നത് വഴി പലതരത്തിലുള്ള അസുഖങ്ങൾ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് അനാലിസിസ് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പൊ മൊഡ്യൂൾ 3 നമുക്ക് യൂറിൻ അനാലിസിസ്, സ്പ്യൂട്ടം അനാലിസിസ്, സെമൻ അനാലിസിസ്, അപ്പൊ അതുപോലെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് അനാലിസിസ് ഒക്കെ പഠിക്കാനുണ്ട്. അപ്പൊ ഈ ഒരു ബോഡി ഫ്ലൂയിഡ്സിന്റെ അനാലിസിസിലൂടെ പല തരത്തിലുള്ള അസുഖങ്ങൾ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ CSF അനാലിസിസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. അതിനു മുന്നേ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് PYQ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പൊ നമുക്കൊരു ടോപ്പിക്കിൽ നിന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടോപ്പിക്ക് പഠിക്കാൻ കുറച്ചുകൂടെ മോട്ടിവേഷൻ കിട്ടും അല്ലെ. അപ്പൊ PYQ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വന്നത് 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സെൽ പ്രസന്റ് ഇൻ നോർമൽ CSF or cerebrospinal fluid. Option A, plasma cell. Option B, neutrophils. Option C, lymphocytes. Option D, monocytes. അതായത് നോർമൽ ഒരു CSF ഏത് സെല്ലാണ് ഉള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. ലിംഫോസൈറ്റ് ആണ് കേട്ടോ നോർമൽ ഉള്ളത്. ഓക്കെ, ഇനി ഇത് തന്നെ നോർമൽ ഉള്ളത് അല്ലാതെ ഇപ്പൊ ന്യൂട്രോഫിൽസ് ഉണ്ടെങ്കിൽ അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിരിക്കും. അപ്പൊ നോർമലി ഉള്ളത് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ലിംഫോസൈറ്റ്സ് ആണ്. നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അടുത്ത ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ, ഒരുവിധം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഈ കോബ് വെബ് അപ്പിയറൻസ്. ഓക്കെ, അതായത് ഈ CSFല് കോബ് വെബ് അപ്പിയറൻസ് വരുന്നത് ഏത് ഡിസീസിലാണ്? ഓപ്ഷൻ എ സിഫിലിസ്, ഓപ്ഷൻ ബി ട്യൂബർകുലസ് മെനിഞ്ചൈറ്റിസ്, ഓപ്ഷൻ സി മലേറിയ, ഓപ്ഷൻ ഡി ഹെപ്പറ്റൈറ്റിസ്. അതായത് ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡില് കോബ് വെബ് പോലെ ഇരിക്കുന്നത് ഏത് അസുഖത്തിലാണെന്നറിയോ? ഇറ്റ് ഇസ് ഇൻ ട്യൂബർകുലർ മെനിഞ്ചൈറ്റിസ്. മെനിഞ്ചൈറ്റിസിലാണ് ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ക്ലിയർ ആയിട്ടായിരിക്കുക, ഇതൊരു കോബ് വെബ് അപ്പിയറൻസ് ആയിരിക്കും. അപ്പൊ ഓരോ ഡിസീസ് കണ്ടീഷനിലും ഓരോ രീതിയിലായിരിക്കും. നോർമലി ഇത് ക്ലിയർ ആയിരിക്കും, ചിലപ്പോൾ യെല്ലോ ആവാം, ചില ഡിസീസ് കണ്ടീഷൻ ചിലപ്പോൾ ടേർബിഡ് ആവാം. അപ്പൊ നമ്മൾ ഒരു ബോഡി ഫ്ലൂയിഡ് എടുത്താൽ അതിന്റെ ഫിസിക്കൽ, കെമിക്കൽ എക്സാമിനേഷൻ, മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ഒക്കെ ചെയ്താണ് ഓരോ ഡിസീസ് കണ്ടീഷൻസ് ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പൊ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡില് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് നോക്കാം. അപ്പൊ ആദ്യം തന്നെ ഈ CSF എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ആണ് അല്ലെ. ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ബ്രെയിനിന് ചുറ്റും അതുപോലെ സ്പൈനൽ കോഡിന് ചുറ്റും സബ് അരക്കനോയിഡ് സ്പേസ് എന്ന് പറയുന്ന സ്പേസിലുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു വാട്ടറി ഫ്ലൂയിഡ് ആണ്. ഓക്കെ, കാണാൻ എങ്ങനെ ഇരിക്കുന്നത്? വെള്ളം പോലെ ഇരിക്കുള്ള ഒരു ഫ്ലൂയിഡ് ആണ്. ഇത് ബ്രെയിനിന് ചുറ്റും അതുപോലെ സ്പൈനൽ കോഡിന് ചുറ്റും സബ് അരക്കനോയിഡ് സ്പേസ് എന്ന് പറയുന്ന ഒരു സ്പേസ് ഉണ്ട്. അപ്പൊ ഈ സബ് അരക്കനോയിഡ് സ്പേസിലാണ് ഈ ഒരു ഫ്ലൂയിഡ് കാണുന്നത്. അപ്പൊ ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ബ്രെയിനിനെയും സ്പൈനൽ കോഡിനെയും ഇഞ്ചുറീസിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഈ ഒരു ഫ്ലൂയിഡ് ഉള്ളത്. അതുപോലെ തന്നെ ഈ ബ്രെയിന്, സ്പൈനൽ കോഡ്, ബ്ലഡ്, അവിടെയൊക്കെ ഉള്ള ടിഷ്യൂസിന് തമ്മില് സബ്സ്റ്റൻസസ് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടി വരൂലേ, അതിനു വേണ്ടിയും ഇത് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രൊട്ടക്ഷൻ, പിന്നെ ഒന്നൊരു ട്രാൻസ്പോർട്ട് മീഡിയം ആണ്. പല സബ്സ്റ്റൻസസും ബ്രെയിൻ സ്പൈനൽ കോഡിൽ നിന്ന് ബ്ലഡിൽ പോകണം, ബ്ലഡിൽ നിന്ന് ബ്രെയിൻ സ്പൈനൽ കോഡിലോട്ട് പോകണം. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയുള്ള ഒരു ട്രാൻസ്പോർട്ട് മീഡിയം ആയിട്ടും CSF ഫംഗ്ഷൻ ചെയ്യും. ഓക്കെ, അപ്പൊ ഈ CSF നോക്കുന്നുണ്ട്. നമ്മൾ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എടുത്ത് എക്സാമിൻ ചെയ്ത് പല അസുഖങ്ങളും നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, മെയിൻ ആയിട്ട് എന്തെങ്കിലും ട്യൂമറുകൾ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ട്, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ട്യൂമറുകൾ ഉണ്ടോ, മെനിഞ്ചൈറ്റിസ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡയഗ്നോസ് ചെയ്യാനായിട്ട് നമ്മൾ CSF ഉപയോഗിക്കുന്നുണ്ട് ക്യാൻസർ കണ്ടീഷൻസിൽ. അപ്പൊ ഇങ്ങനെ പല കണ്ടീഷൻസിലും നമ്മൾ ഈ CSF എക്സാമിനേഷൻ ചെയ്ത് അതിൽ നിന്ന് പല തരത്തിലുള്ള അസുഖങ്ങൾ ഡയഗ്നോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ CSF എന്ന് പറഞ്ഞാൽ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. അപ്പൊ ബ്രെയിനിനും സ്പൈനൽ കോഡിലെയും സബ് അരക്കനോയിഡ് സ്പേസിലൂടെ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡ് ആണ്. ക്ലിയർ വാട്ടറി നേച്ചറിലാണ് ഇത് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് എങ്ങനെ കളക്ട് ചെയ്യാം? അത് വളരെ എസെപ്റ്റിക് പ്രിക്കോഷൻസ് എടുത്തിട്ട്, അതായത് ഇൻഫെക്ഷൻ വരാത്ത രീതിയിൽ എസെപ്റ്റിക് പ്രിക്കോഷൻസ് എടുത്തുകൊണ്ട് ലംബാർ പങ്ക്ചറിലൂടെയാണ് നമ്മൾ ഇത് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ലംബാർ പങ്ക്ചർ നീഡിൽ, ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു നീഡിലാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പ്രത്യേക നീഡിൽ ഉപയോഗിച്ചുകൊണ്ട് ലംബാർ പങ്ക്ചർ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് ഈ CSF കളക്ട് ചെയ്യുന്നത്, ഈ സ്പെസിമെൻ കളക്ട് ചെയ്യുന്നത്. അപ്പൊ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലിനീഷ്യൻ ആയിരിക്കും ഈ ലംബാർ പങ്ക്ചർ നീഡിൽ ഉപയോഗിച്ച് ലംബാർ പങ്ക്ചർ എന്ന് പറയുന്ന പ്രൊസീജിയർ വളരെ എസെപ്റ്റിക് പ്രിക്കോഷൻസ് എടുത്തുകൊണ്ട് ഈ CSF സ്പെസിമെൻ കളക്ട് ചെയ്യുന്നത്.
അപ്പൊ ആദ്യം തന്നെ ആ ഒരു സൈറ്റ് അയഡിൻ സ്പിരിറ്റ് വെച്ച് ക്ലീൻ ചെയ്തതിനു ശേഷം ഈ ഒരു നീഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അത് എവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന് അറിഞ്ഞിരിക്കണം. അഡൾട്ടിലും ചൈൽഡിലും വ്യത്യാസമാണ്. ഓക്കെ, ഏത് ഏരിയയിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് സബ് അരക്കനോയിഡ് സ്പേസിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷമാണ് ഇത് കാണുന്നുണ്ടോ നീഡില് L3-L4 അഡൾട്ടിന് അങ്ങനെയാട്ടോ, L3-L4 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഈ സബ് അരക്കനോയിഡ് സ്പേസിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഈ CSF ഫ്ലൂയിഡ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ആ നീഡിൽ ടിപ്പ് കറക്റ്റ് സ്ഥലത്ത് കറക്റ്റ് ഡെപ്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്തത്, CSF ആ നീഡിലോട്ട് ഫ്ലോ ചെയ്യും. അപ്പൊ അഡൾട്ടിന്റെ കേസിൽ എവിടെയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്, L3-യുടെയും L4-ന്റെയും ഇടയ്ക്കാണ്. പക്ഷെ കൊച്ചു കുട്ടികളുടെ കേസിൽ ലംബാർ പങ്ക്ചർ ചെയ്യുമ്പോൾ നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടത് എവിടെയാണ്, L4-ന്റെയും L5-യുടെയും ഇടയിലോട്ടാണ് ലംബാർ പങ്ക്ചർ ചെയ്യേണ്ടത്. സ്മോൾ ചിൽഡ്രന്റെ കേസിൽ ഇറ്റ് ഇസ് ഡൺ ബിറ്റ്വീൻ L4 ആൻഡ് L5. അഡൾട്ടിനാണെങ്കിൽ L3 ആൻഡ് L4 ആണ്. ഓക്കെ, ഇനി അഥവാ ഇതിന്റെ പ്രഷർ നോക്കണം എന്നുണ്ടെങ്കിൽ, CSFന്റെ പ്രഷർ കൂടി നോക്കണം എന്നുണ്ടെങ്കിൽ ഈ നീഡിലോട്ട് ഒരു ഗ്ലാസ് മാനോമീറ്റർ അറ്റാച്ച് ചെയ്യും. ഓക്കെ, അപ്പൊ ഗ്ലാസ് മാനോമീറ്റർ അറ്റാച്ച് ചെയ്തിട്ടാണ് ഇതിന്റെ പ്രഷർ നോക്കുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പൊ L3-L4-ലൂടെ ഇതിനിടയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് അഡൾട്ടിൽ നിന്ന് CSF കളക്ട് ചെയ്യുന്നത്. ചിൽഡ്രന്റെ കേസിൽ ഇറ്റ് ഈസ് ബിറ്റ്വീൻ L4 ആൻഡ് L5. ഓക്കെ, കുട്ടികളുടെ കേസിൽ. അപ്പോ ഈ ഒരു ഏരിയയിലോട്ട് നമ്മൾ ഈ ഒരു ലംബാർ പങ്ക്ചർ നീഡിൽ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ബിറ്റ്വീൻ L4 ആൻഡ് L5 സ്മോൾ ചിൽഡ്രന്, ബിറ്റ്വീൻ L3 ആൻഡ് L4 ഇൻ അഡൾട്ട്സ്, എന്നിട്ടാണ് ഈ CSF എടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മളൊരു 6 മുതൽ 8 ml വരെ എടുക്കും. എത്ര എടുക്കും? 6 മുതൽ 8 ml വരെ CSF എടുക്കും. 3 സ്റ്റെറൈൽ കണ്ടെയ്നേഴ്സിലാണ് എടുക്കുന്നത്. വളരെ എസെപ്റ്റിക് പ്രിക്കോഷൻസ് എടുത്തിട്ട് വേണം ചെയ്യാൻ. 3 കണ്ടെയ്നർ എടുക്കുക, 3 സ്റ്റെറൈൽ കണ്ടെയ്നേഴ്സ്. അപ്പൊ ആദ്യത്തെ കണ്ടെയ്നറിൽ കുറച്ച് ഡ്രോപ്പ് എടുക്കും. എന്തിനാണത്? ആദ്യത്തെ കണ്ടെയ്നറിന് എടുക്കുന്നത് ബാക്ടീരിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻസിനാണ്. ഇനി രണ്ടാമത്തെ ട്യൂബിൽ എടുക്കുന്നത് ബയോകെമിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഇനി ബാക്കി മൊത്തം എടുക്കുന്നത് മൂന്നാമത്തെ ട്യൂബിൽ സൈറ്റോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ആണ്. അപ്പൊ നമ്മൾ ഇത് കളക്ട് ചെയ്ത് 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ CSF എക്സാമിനേഷൻ ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ 6 മുതൽ 8 ml വരെ CSF എടുക്കുന്നു 3 കണ്ടെയ്നറുകളിലായിട്ട്. ആദ്യത്തെ കണ്ടെയ്നറിൽ ബാക്ടീരിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ, രണ്ടാമത്തതിൽ ബയോകെമിക്കൽ ഇൻവെസ്റ്റിഗേഷൻ, ബാക്കി മൂന്നാമത്തതിൽ സൈറ്റോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ. അപ്പൊ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ, എക്സാമിനേഷൻ ഒക്കെ ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യം നോക്കേണ്ടത് ഫിസിക്കൽ എക്സാമിനേഷൻ ആണ്. അപ്പൊ ലംബാർ പങ്ക്ചർ നീഡിൽ ഉപയോഗിച്ച് ലംബാർ പങ്ക്ചർ എന്ന് പറയുന്ന ടെക്നിക്കിലൂടെ ബിറ്റ്വീൻ L3 ആൻഡ് L4 അഡൾട്ടിലും L4 ആൻഡ് L5 സ്മോൾ ചിൽഡ്രനിലും 6 to 8 ml കളക്ട് ചെയ്തു. അപ്പൊ ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ നോർമൽ എന്താണെന്ന് അറിയണം, എന്നാൽ മാത്രമേ ബാക്കി ഡിസീസ്ഡ് അറിയാൻ പറ്റൂ. നോർമൽ ഇത് കാണാൻ വളരെ വാട്ടറി ക്ലിയർ ആയിട്ടിരിക്കും. ഇതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്, ദാറ്റ് ഇസ് 1.003. ഇനി വളരെ ടേർബഡ് ആയിട്ട് ഇങ്ങനെ കലങ്ങിയതുപോലെ ഇരിക്കുകയാണെങ്കിൽ അതിന് കാരണം ഒന്നുകിൽ അതിൽ RBC ഉണ്ട്, അല്ലെങ്കിൽ ല്യൂക്കോസൈറ്റുകൾ ഉണ്ട്, അല്ലെങ്കിൽ ബാക്ടീരിയ ഉള്ളത് കൊണ്ടാണ് അത് ടർബഡ് ആയിട്ടിരിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും നോർമൽസിൽ നിന്ന് വ്യത്യാസം ഉണ്ടെങ്കിൽ ബാക്കി ടെസ്റ്റുകൾ കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി യെല്ലോ കളറിലാണ് ഉള്ളത് ഉണ്ടെങ്കിൽ മുന്നേ വല്ല ഹെമറേജ് വെച്ചാൽ ബ്ലീഡിങ് നടന്നു, അല്ലെങ്കിൽ ജോണ്ടിസ് കൂടിയ ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ സ്പൈനൽ കൺസ്ട്രക്ഷൻ ആയിരിക്കുമ്പോഴാണ് യെല്ലോ കളർ കാണുന്നത്. ഇനി ഈ CSF എടുത്തപ്പോൾ ബ്ലഡിന്റെ കളറിലിരിക്കുന്നു. അതിന് കാരണം ഒന്നുകില് കളക്ഷന്റെ സമയത്ത് ട്രോമ കാരണം വരാം, ട്രോമ ഡ്യൂറിങ് കളക്ഷൻ, അല്ലെങ്കിൽ സബ് അരക്കനോയിഡ് ഹെമറേജ് കാരണം വരാം. ഓക്കെ, ഇനി കോബ് വെബ് അപ്പിയറൻസ് നമ്മളിപ്പോ ക്വസ്റ്റ്യനെ കണ്ടു. കോബ് വെബ് അപ്പിയറൻസ് വരുന്നത് ഏത് കണ്ടീഷനിലാണ്? ട്യൂബർകുലസ് മെനിഞ്ചൈറ്റിസിൽ. അപ്പൊ നോർമലി സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഇറ്റ് ഇസ് ക്ലിയർ ആൻഡ് ഇറ്റ് ഇസ് ഹാവിംഗ് എ സ്പെസിഫിക് ഗ്രാവിറ്റി 1.003. ഇനി വളരെ ടേർബഡ് ആയിട്ട് ഇരിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന് കാരണം RBC ആകാം, ല്യൂക്കോസൈറ്റുകളാകാം, ബാക്ടീരിയ ആകാം. ഇനി നമ്മൾ എടുത്ത സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ലംബാർ പങ്ക്ചറിലൂടെ നമ്മൾ എടുത്ത CSF ബ്ലഡി ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഒന്നുകിൽ ഇത് നമ്മൾ എടുത്ത സമയത്ത് എന്തെങ്കിലും ഒരു ട്രോമ വന്നു, അല്ലെങ്കിൽ സബ് അരക്കനോയിഡ് ഹെമറേജ് കാരണമാകാം. ഇനി നമ്മൾ എടുത്ത CSF യെല്ലോ കളറിലാണ് ഇരിക്കുന്നതെങ്കിൽ അതിന് കാരണം ഒന്നുകിൽ സിവിയർ ആയിട്ടുള്ള ജോണ്ടിസ് ആകാം, സ്പൈനൽ കൺസ്ട്രക്ഷൻ ആകാം, അല്ലെങ്കിൽ ഓൾഡ് ഹെമറേജ് ആകാം. ഇനി നമ്മൾ CSF എടുത്തത് കോബ് വെബ് പോലെയാണ് ഇരിക്കുന്നത്. അതിന്റെ പിക്ചർ കാണിക്കുന്നുണ്ട്. ഈ ചെലന്തി വല പോലെ ഒരു കോബ് വെബ് അപ്പിയറൻസ് ആണ് കാണുന്നതെങ്കിൽ അതിന് കാരണം ട്യൂബർകുലസ് മെനിഞ്ചൈറ്റിസ് ആയിരിക്കാം.
ഓക്കെ, ഇനി അടുത്തത് മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ നോക്കണം. അതായത് ഇതിലുള്ള സെല്ലുലാർ കോൺസ്റ്റിറ്റ്യുവൻസ് അറിയാനായിട്ട്. അതും നമുക്ക് കളക്ഷൻ ഉടൻ തന്നെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ നോർമൽ എന്താ ഉള്ളതെന്ന് അറിയണം അല്ലെ. നോർമൽ ഒരു CSFല് ഏത് സെല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ? ലിംഫോസൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി പോളിമോർഫുകൾ ഉണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ഡിസീസ് കണ്ടീഷൻ ആ ഒരു വ്യക്തിയിൽ ഉള്ളത് കൊണ്ടായിരിക്കാം ആ വ്യക്തിയുടെ CSFല് പോളിമോർഫുകൾ ഉള്ളത്. അപ്പൊ നോർമൽ സെൽ കൗണ്ട് നോർമലി ഏതാ കാണുന്നുള്ളൂ? അതും നമുക്ക് PYQ വന്നതാണ്. ലിംഫോസൈറ്റ് മാത്രമേ നോർമൽ ഒരാളുടെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിൽ കാണുള്ളൂ. അത് എത്ര എണ്ണം ഉണ്ടാവും? ഒരു പെർ ക്യൂബിക് മില്ലിമീറ്റർ 0 to 5 അത്രേ ഉണ്ടാവുള്ളൂ. നോർമൽ സെൽ കൗണ്ട് അത്രയാ. ലിംഫോസൈറ്റ് മാത്രമേ കാണൂ. അതൊരു 0 to 5 ലിംഫോസൈറ്റ് കാണും. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാ കൗണ്ട് ചെയ്യുക? യെസ്, നമ്മൾ ന്യൂബാൾസ് കൗണ്ടിങ് ചേംബർ ഉപയോഗിച്ച് കൗണ്ട് ചെയ്യും. ഓക്കെ, അതായത് ഈ ഒരു 1 in 10 ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ് ഒക്കെ ആഡ് ചെയ്ത് കൗണ്ട് ചെയ്യും. ഓക്കെ, അതിന് ഉപയോഗിക്കുന്നത് ഇംപ്രൂവ്ഡ് ന്യൂബാൾസ് കൗണ്ടിങ് ചേംബർ അല്ലെങ്കിൽ ഫ്യൂക്സ് റൊസെൻതാൽ കൗണ്ടിങ് ചേംബർ ഉപയോഗിക്കും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക? പെർ ml ഓഫ് അൺഡൈല്യൂട്ടഡ് ഫ്ലൂയിഡ് എത്ര സെല്ലുകൾ ഉണ്ടെന്ന് കൗണ്ട് ചെയ്യും. ഓക്കെ, അപ്പൊ സെല്ലിന്റെ നോർമൽ കൗണ്ട് 0 to 5 ആണ്. ഇതിന് ഉപയോഗിക്കുന്നത് ഇംപ്രൂവ്ഡ് ന്യൂബാർ കൗണ്ടിങ് ചേംബർ അല്ലെങ്കിൽ ഫ്യൂക്സ് റൊസെൻതാൽ കൗണ്ടിങ് ചേംബർ. ഇനി സെൽ കൗണ്ട് കൂടുന്നത് ഏതൊക്കെ അസുഖങ്ങളിലാണെന്നറിയോ? മെനിഞ്ചൈറ്റിസിൽ കൂടാം, പോളിയോയിൽ കൂടാം, സിഫിലിസിൽ കൂടാം, എൻസെഫലൈറ്റിസിൽ കൂടാം. ഓക്കെ, മെനിഞ്ചൈറ്റിസ്, ഐറ്റിസ് മീൻസ് ഇൻഫ്ലമേഷൻ. മെനിഞ്ചസിന് വല്ല ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ, എൻസെഫലൈറ്റിസ് ഉണ്ടെങ്കിൽ, പോളിയോമൈലൈറ്റിസ് ഉണ്ടെങ്കിൽ, സിഫിലിസ് ഉണ്ടെങ്കിൽ, ഈ ഉള്ള ഡിസീസ് കണ്ടീഷൻസിലൊക്കെ സെൽ കൗണ്ട് കൂടാം. ഓക്കെ, അപ്പൊ നമുക്ക് അഥവാ സെൽ കൗണ്ട് കൂടുതലാണെങ്കിൽ, അപ്പൊ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ അടുത്ത ടെസ്റ്റിലോട്ട് പോകും. സെൽ കൗണ്ട് കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ ചെയ്യേണ്ടത് ഡിഫറൻഷ്യൽ കൗണ്ട്. അപ്പൊ ഏത് സെല്ലാ കൂടുതൽ ഉണ്ടെന്നൊക്കെ അറിയണ്ടേ? അത്രയും ഡെപ്തിൽ ക്ലാരിറ്റിയോടുകൂടി. അപ്പൊ നമ്മൾ അതിന് എന്തുപയോഗിക്കും? ഒരു സ്മിയർ യൂസ് ചെയ്യും. ഓക്കെ, യൂസിങ് എ സെൻട്രിഫ്യൂജ്ഡ് സാമ്പിൾ. ഓക്കെ, സാമ്പിളിനെ സെൻട്രിഫ്യൂജ് ചെയ്ത് ഒരു സ്മിയർ ഉണ്ടാക്കിയിട്ട് അതിനെ ഡ്രൈ ചെയ്തിട്ട് ലീഷ്മാൻ സ്റ്റെയിൻ ഉപയോഗിച്ച് സ്റ്റെയിൻ ചെയ്യും. എന്നിട്ട് മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോ ഏത് സെല്ലാ നോക്കും? ലിംഫോസൈറ്റ് കൂടുതലാണ് ഉണ്ടെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ ആണ്. ഇനി ന്യൂട്രോഫിൽസ് അവിടെ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് എന്ന് മനസ്സിലാക്കാം. അപ്പോ ആ നോർമൽ കൗണ്ട് അറിയാം അല്ലെ, എത്രയാ സെൽ കൗണ്ട് എന്ന് അറിയാം. അതിൽ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഡിഫറൻഷ്യൽ സെൽ കൗണ്ട് എടുക്കുക. അപ്പൊ നമുക്ക് ന്യൂട്രോഫിൽസ് ആണ് കൂടുതലുണ്ടെങ്കിൽ, ഇമ്പോർട്ടന്റ് ആണ്, ലിംഫോസൈറ്റ് ആണ് കൂടുതലുണ്ടെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ, ന്യൂട്രോഫിൽ ആണ് കൂടുതലുണ്ടെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് മൈക്രോസ്കോപ്പിക് എക്സാമിനേഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ ആദ്യം ഫിസിക്കൽ എക്സാമിനേഷൻ കണ്ടു. നോർമൽ CSF വളരെ ക്ലിയർ ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി 1.003 ആണ്. ടേർബിഡ് ആയിട്ടുള്ളത് RBC, ല്യൂക്കോസൈറ്റ് അല്ലെങ്കിൽ ബാക്ടീരിയ ഉള്ളപ്പോഴാണ്. യെല്ലോ കളർ കാണുന്നത് ഓൾഡ് ഹെമറേജ്, സിവിയർ ജോണ്ടിസ് അല്ലെങ്കിൽ സ്പൈനൽ കൺസ്ട്രക്ഷൻ വരുമ്പോഴാണ്. ഇനി ബ്ലഡി ആയിട്ട് കാണുന്നത് ട്രോമ അല്ലെങ്കിൽ സബെറക്കനോയിഡ് ഹെമറേജ്, ട്യൂബർകുലസ് മെനിഞ്ചൈറ്റിസിൽ കോബ് വെബ് അപ്പിയറൻസ് ആണ്. മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ നോർമലി ലിംഫോസൈറ്റ് മാത്രമേ കാണൂ 0 to 5. അത് കൂടുതലായിട്ട് കാണുന്നത് മെനിഞ്ചൈറ്റിസ്, എൻസെഫലൈറ്റിസ്, പോളിയോമൈലൈറ്റിസ്, സിഫിലിസ്. കൂടുതലായിട്ട് കാണുമ്പോൾ നമ്മൾ അതിന്റെ സ്മിയർ എടുത്ത് സ്റ്റെയിൻ ചെയ്ത് ഡിഫറൻഷ്യൽ കൗണ്ട് നോക്കണം. ലിംഫോസൈറ്റ് ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ ആയിരിക്കാം. ന്യൂട്രോഫിൽ ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിരിക്കാം. അടുത്തത് കെമിക്കൽ എക്സാമിനേഷൻ നോക്കണം. കെമിക്കൽ എക്സാമിനേഷനിൽ നമ്മൾ എന്തൊക്കെയാ നോക്കേണ്ടത്? ഗ്ലൂക്കോസ് ഉണ്ടോ നോക്കുക, അതുപോലെ CSFൽ പ്രോട്ടീൻ ഉണ്ടോ നോക്കുക, അതുപോലെ ക്ലോറൈഡ് ഉണ്ടോ നോക്കുക. ഓക്കെ, ഇതിന്റെയൊക്കെ നോർമൽ ലെവലും അറിയണം. അപ്പൊ CSFല് നോർമൽ പ്രോട്ടീൻ എത്രയാണ്? 15 to 40 mg/% ആണ്. അതിൽ തന്നെ ഗ്ലോബുലിൻ ആണ് മേജർ പ്രോട്ടീൻ ഉള്ളത്. അപ്പൊ നോർമൽ പ്രോട്ടീൻ 15 to 40 mg/% ആണ്. അത് കൂടുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് മെനിഞ്ചൈറ്റിസിലാണ്, അക്യൂട്ട് മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ സബ് എറക്കനോയിഡ് ഹെമറേജ്. ഈ CSFലെ പ്രോട്ടീൻ അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് ആണ് സൾഫോസാലിസിലിക് ആസിഡ് ടെസ്റ്റ്. ഓക്കെ, അപ്പൊ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡില് നോർമൽ പ്രോട്ടീൻ എത്രയാണ്? 15 to 40 mg/% ആണ്. അതിൽ കൂടുതലും ഗ്ലോബുലിൻ ആണ്. അപ്പൊ ഇത് കൂടിയാൽ, ഇതിനേക്കാളും കൂടുന്ന കണ്ടീഷൻസ് എന്ന് പറയുന്നത് അക്യൂട്ട് മെനിഞ്ചൈറ്റിസ്, സബ് എറക്കനോയിഡ് ഹെമറേജിലൊക്കെയാണ്. ഏത് ടെസ്റ്റ് ഉപയോഗിച്ച് ഇത് കണ്ടുപിടിക്കുന്നത്? സൾഫോസാലിസിലിക് ആസിഡ് ടെസ്റ്റ്. ഇനി ഗ്ലൂക്കോസ് നോർമൽ എത്രയാണുള്ളതെന്ന് അറിയോ? നോർമലി CSFല് ഗ്ലൂക്കോസ് ഉള്ളത്
40 to 70 milligram percentage ആണ്. ഇനി ഇത് കൂടുന്ന കണ്ടീഷൻ എത്രയാണ്? 40 to 70 ആണ് നോർമൽ. അത് ചെറുതായിട്ട് കൂടും പോളിയോമൈലൈറ്റിസ് വന്നാല്, എൻസെഫലൈറ്റിസ് വന്നാല്, അല്ലെങ്കിൽ ബ്രെയിൻ ട്യൂമർ ഉണ്ടെങ്കിൽ. അപ്പൊ ബ്രെയിൻ ട്യൂമർ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഗ്ലൂക്കോസ് ലെവല് CSF കൂടുതലായിരിക്കും. അതുപോലെ പോളിയോമൈലൈറ്റിസില് അല്ലെങ്കിൽ എൻസെഫലൈറ്റിസില്. ഇനി ഇതിന്റെ ലെവൽ കുറവ് കാണുന്ന കണ്ടീഷൻസ് എന്ന് പറയുന്നത് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് ആണ്. ഓക്കെ, അപ്പൊ ഓരോന്നിന്റെയും നോർമൽ ലെവൽ പഠിക്കുക, അതുപോലെ ഇൻക്രീസ് കണ്ടീഷൻസ് ഏതൊക്കെയാണ്, ഡിക്രീസ് ചെയ്യുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി ഡയബറ്റീസ് ഉണ്ടെങ്കിൽ എന്താ ചെയ്യാന്നറിയോ? ഡയബറ്റീസ് ഉള്ളപ്പോ ഈ CSF ഗ്ലൂക്കോസ് ലെവൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ് നോർമലി അബൌട്ട് 60 to 80% ഓഫ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലില് ഒരു 60 മുതൽ 80% വരെ ഈ ഇവിടെ CSF ഗ്ലൂക്കോസ് ലെവൽ കൂടാം. അപ്പൊ നോർമൽ CSF ഗ്ലൂക്കോസ് ലെവൽ എന്ന് പറയുന്നത് 40 to 70 milligram percentage ആണ്. അത് കുറയുന്ന ഒരു കണ്ടീഷൻ ആണ് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ്. അത് കൂടുന്ന ഒരു കണ്ടീഷൻ ആണ് പോളിയോമൈലൈറ്റിസ്, എൻസെഫലൈറ്റിസ് ആൻഡ് ബ്രെയിൻ ട്യൂമേഴ്സ്. ഓക്കെ, ബ്ലഡ് ഗ്ലൂക്കോസ് നോക്കുന്ന അതേ ടെസ്റ്റ് ഉപയോഗിച്ച് തന്നെ നമുക്ക് CSF ഗ്ലൂക്കോസും നോക്കാവുന്നതാണ്. ഓക്കെ, അടുത്തതായിട്ട് നോർമലി CSF എത്ര ക്ലോറൈഡ് ആണെന്ന് അറിയാം. എത്രയാ നോർമൽ ഉള്ളത്? 115 മുതൽ 125 മില്ലി ഇക്വലന്റ് പെർ ലിറ്റർ. ഓക്കെ, അപ്പൊ ഇത് ഏത് മെത്തേഡ് ഉപയോഗിച്ചാൽ നമുക്ക് ക്ലോറൈഡ് മനസ്സിലാവാന്നറിയോ? ടെട്രിമെട്രിക് മെത്തേഡ് ഉപയോഗിച്ചാണ് CSF ക്ലോറൈഡ് മെഷർ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ നോർമലിൽ നിന്ന് കുറയുന്ന കണ്ടീഷൻ എല്ലാ തരത്തിലെ മെനിഞ്ചൈറ്റിസിലും കുറയും. നമ്മൾ നേരത്തെ ട്യൂബർകുലസ് മെനിഞ്ചൈറ്റിസില് കോബ് വെബ് അപ്പിയറൻസ് എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ മെനിഞ്ചൈറ്റിസ് ഉണ്ടെങ്കിൽ ഈ ക്ലോറൈഡ് ലെവൽ എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എക്സാമിനേഷൻ ആണ് പഠിച്ചത്. അതിന്റെ ഫിസിക്കൽ എക്സാമിനേഷൻ പഠിച്ചു, അതുപോലെ അതിന്റെ മൈക്രോസ്കോപ്പിക്കൽ എക്സാമിനേഷൻ, അതിന്റെ സെല്ലുകൾ നോക്കുന്നത് അല്ലെ, അത് ടോട്ടൽ കൗണ്ട് നോക്കുന്നുണ്ട്. അതിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ലിംഫോസൈറ്റ് ആയിരിക്കും നോക്കുക. നോർമൽ ആയിട്ട് ഉള്ള സെൽ എന്ന് പറയുന്ന ലിംഫോസൈറ്റ് ആണ്. അതിന്റെ നോർമൽ കൗണ്ട് പറഞ്ഞു, ഇൻക്രീസ്ഡ് കൗണ്ട് പറഞ്ഞു. സെൽ ഇൻക്രീസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? ഡിഫറൻഷ്യൽ കൗണ്ട് നോക്കേണ്ടി വരും. അടുത്തതായിട്ട് കെമിക്കൽ എക്സാമിനേഷനിൽ പ്രോട്ടീന്, ഗ്ലൂക്കോസ്, അതുപോലെ ക്ലോറൈഡും നോക്കേണ്ടതായിട്ട് വരും. അപ്പൊ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് പല ഡിസീസ് കണ്ടീഷൻസും ഡയഗ്നോസ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ CSF എക്സാമിനേഷനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്തു, അതുപോലെ അതിന്റെ കണ്ടന്റും ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇതുപോലൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക്